ഗുഡ് മോർണിംഗ് യൂട്യൂബ് ആൻഡ് വെൽക്കം ടു മോണസി ഡ്രൈവ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാർ നോക്കാനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ കാർ മേടിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ദൂരത്തുള്ള സ്ഥലത്ത് പോയി. ആദ്യം ഞങ്ങൾ നോക്കാനായിട്ട് അവന് ഇഷ്ടപ്പെട്ട കാർ എന്ന് വെച്ചാൽ i20 ആണ്. i20 ആയതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്നാല് i20 പോയി കണ്ടു. അതിനകത്ത് വളരെ പെക്യൂലർ ആയിട്ടൊരു പ്രോബ്ലം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം തോന്നിയെന്ന് വെച്ചാൽ, ഈ കണ്ട 4-5 i20കകത്ത് ഒരു മൂന്നെണ്ണത്തിന്റെയും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്ത 3 i20യുടെയും കച്ചവടക്കാരാണ് പറഞ്ഞത്. അവർ 3 പേരും പറഞ്ഞൊരു കേസ് എന്ന് പറഞ്ഞാൽ മൂന്നിന്റെയും തേങ്ങ വീണ് പൊട്ടിപ്പോയെന്നാണ്, അല്ലെങ്കിൽ തേങ്ങ വീണ് ഫ്രണ്ട് ഗ്ലാസ് ഉടഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സോ തേങ്ങ വീണ് ഫ്രണ്ട് ഗ്ലാസ് ഉടഞ്ഞൊരു കാർ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുമോ? അതാണ് ഒരു ടോപ്പിക്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നടക്കുന്ന യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇപ്പം പുതിയ കാറിന് മുടിഞ്ഞ വിലയായതുകൊണ്ട് ഇപ്പൊ യൂസ്ഡ് കാറുകൾക്കെല്ലാം നല്ല ഡിമാൻഡാണ്. അപ്പം ഇങ്ങനെ യൂസ് കാർ എടുക്കാൻ പോകുമ്പോഴത്തേക്കൊരു തേങ്ങ വീണ് പൊളിഞ്ഞൊരു കാർ നിങ്ങൾ എടുക്കുന്ന സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാം. അതിനെക്കുറിച്ച് സംസാരിക്കാം. അതൊരു വൻ തട്ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. തേങ്ങ വീണ കാർ. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 15 വർഷത്തോളമായിട്ട് എനിക്ക് പല പല കാറുകളുണ്ട്. ഇതുവരെ എന്റെ ഒരു കാറിന് പോലും തേങ്ങ വീണിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കാറ് നേരെ തെങ്ങിൻ ചോട്ടി കൊണ്ടിടുന്നില്ല. നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് മാത്രം നമ്മുടെ കാറുകൾ കഴിയുന്നതും എല്ലാവരും പാർക്ക് ചെയ്തിട്ടുള്ളൂ. എന്റെ കൂട്ടുകാർക്കിടയിൽ പോലും ആരുടെയും ഫ്രണ്ട് ഗ്ലാസ് ഇതുവരെ തേങ്ങ വീണ് റീപ്ലേസ് ചെയ്തിട്ട് എനിക്ക് അറിയത്തില്ല. സോ തേങ്ങ വീണ് റീപ്ലേസ് ചെയ്തു എന്ന് പറയുന്നതിനകത്തൊരു ചെറിയൊരു അസ്വാഭാവികത എനിക്ക് തോന്നി. സോ ആദ്യമായിട്ട് ഞാൻ തേങ്ങ വീണ് റീപ്ലേസ് എന്ന് പറഞ്ഞ കാർ ആദ്യം കാണാൻ പോയ i20യുടെ കാര്യത്തിലോട്ട് വരാം. ആദ്യം കാണാൻ പോയ i20 ഞങ്ങള് ആലപ്പുഴ തുറവൂർ എന്ന് പറഞ്ഞ ഭാഗത്താണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും വളരെ സൂപ്പർ ആയിട്ട് i20 നല്ലോണം മൂടിയൊക്കെ ഇട്ടേക്കുന്നു, വെൽ മെയിൻറ്റൈൻ ആണ്, കച്ചവടക്കാരാണ്. പുള്ളിയുടെ കയ്യിൽ തന്നെ കുറെ കാറുകൾ, പോളോ അങ്ങനത്തെ കുറെ കാറുകളൊക്കെ ഉണ്ട്. ഇവൻ എന്തായാലും i20 മതി എന്നുള്ള ഒറ്റക്കാലിലുള്ള നിപ്പ് കാണാണ് നമ്മൾ i20ലോട്ട് സീറോ ചെയ്തത്. ഈ i20 കാണാൻ പോയപ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെന്ന് കണ്ടപ്പോൾ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ കാർ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം അത്രയ്ക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട്, അല്ലെങ്കിൽ അകത്തൊന്നും ഒരു പൊടി പോലും ഇല്ല. എക്സ്റ്റീരിയർ ആണെങ്കിൽ നല്ല തിളക്കി, നല്ല പോളിഷ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഇട്ടേക്ക്, നല്ല വെള്ള കളർ i20. സോ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ പോലെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് തേങ്ങ വീണ് പൊളിഞ്ഞു. തേങ്ങ വീണ് ഗ്ലാസ് പൊളിയുന്നതിനകത്ത് വലിയ അസ്വാഭാവികത ഉണ്ടെങ്കിലും ഞാൻ അപ്പം വിചാരിച്ചു, ഓക്കെ, തേങ്ങ എന്തായാലും തേങ്ങ വീണ് എന്തായാലും ഗ്ലാസ് പൊട്ടും, അതൊരു സത്യമാണ്, ലോക ട്രൂത്താണ്. അപ്പം നമ്മൾ അതിനകത്തൊരു കാര്യം പറയണ്ട, ചിലപ്പോൾ പൊട്ടിയതായിരിക്കാം എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഓക്കെ. ഈ തേങ്ങ വീണ് ഗ്ലാസ് മാറിയ കാറിന്റെ ഗ്ലാസിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഹുണ്ടായുടെ ലോഗോ ഇല്ല. ഹുണ്ടായുടെ ലോഗോ ഇല്ലെന്ന് പറഞ്ഞാൽ എന്റെ ഒരു അറിവിൽ എനിക്ക് തോന്നിയത് പുറത്തുനിന്ന് ഗ്ലാസ് മാറിയതുകൊണ്ടായിരിക്കാം ഹുണ്ടായി കാറിന്റെ ലോഗോ എന്തായാലും ആ ഗ്ലാസ്സിനകത്തില്ല. പിന്നെ നമ്പറിൽ വ്യത്യാസമുണ്ട്. അത് കാരണം രണ്ടാമത് റീപ്ലേസ് ചെയ്ത ഗ്ലാസ് ആണ്. ബാക്കിലെല്ലാം അസാഹി ആണെങ്കിൽ ഫ്രണ്ടിൽ വേറെ ഏതൊരു ഗ്ലാസ് കമ്പനിയുടെ സെയിം കുപ്പയിനാന്ന് തോന്നുന്നു, ഒരു വ്യത്യസ്ത കമ്പനിയുടെ ഗ്ലാസ് ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. അത് രണ്ട് കാര്യങ്ങൾ. പിന്നീട് ഞാൻ പറഞ്ഞു, ചേട്ടാ ബോണറ്റും തുറക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആ കച്ചവടക്കാരന്റെ മുഖത്ത് ചെറിയൊരു മാറ്റമൊക്കെ എനിക്ക് തോന്നി. എന്നാലും അയാൾ വളരെ മടിച്ച് ബോണറ്റും തുറന്ന് കാണിച്ചു. ബോണറ്റ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു. ഏപ്രോണിന്റെ ഭാഗത്തെ പേസ്റ്റിംഗ് നോക്കി,